പലരും ഇന്ന് പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു വന്നിരിക്കുന്നത്. നിയോഗ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളുണ്ടാകും. വാസ്തവത്തിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ദൈവത്തിനെ സമീപിക്കേണ്ടത്? ആണോ? കർത്താവിന്റെ വചനം പറയുന്നു, മുന്തിരിവള്ളി കായ്ച്ചാലും അത്തിവൃക്ഷം കായ്ച്ചാലും ഇല്ലെങ്കിലും, മുന്തിരിവർഗം കായ്ച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. എന്റെ രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ, എനിക്ക് പണം ഉണ്ടെങ്കിലും എന്റെ കടബാധ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ, ആ ഹൃദയത്തെയാണ് ദൈവത്തിന് ആവശ്യം. ആ ഹൃദയങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ! ആ ഹൃദയങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. അതാണ് ഹൃദയം, അതാണ് സത്യഹൃദയം. അല്ലെങ്കിൽ ദൈവത്തിനെ ആവശ്യ സമയത്ത് മാത്രം നേർച്ചയിട്ട് പ്രീതിപ്പെടുത്തുന്ന സാധാരണ വിശ്വാസികളല്ലാതെ പൗലോസ്ലീഹായെ പോലെ, പത്രോസ്ലീഹായെ പോലെ, പരിശുദ്ധ മാതാവിനെ പോലെ, 12 ശിഷ്യന്മാരെ പോലെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിനെ പോലെ, സെന്റ് ആന്റണിയെ പോലെ ശക്തന്മാരായിട്ടുള്ള വിശ്വാസികളും തീഷ്ണതയേറിയ മിഷണറിമാരുമാകുവാൻ വേണ്ടിയാണ് എല്ലാവരെയും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! എല്ലാവരും പറഞ്ഞേ, എന്റെ ജീവിതത്തിൽ ഉറക്കത്തിന്റെ ആത്മാവ് പോകട്ടെ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, സ്തുതിക്കുവാൻ, സുവിശേഷം പറയുവാൻ. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ! എത്ര പേർക്ക് തീഷ്ണതയുള്ള ക്രിസ്ത്യാനികളായി മാറണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവന്നിച്ചു? തീഷ്ണതയില്ലാതെ ഇങ്ങനെ ലൂക്കുവാൻ, ചൂടുമില്ല തണുപ്പുമില്ലാത്ത രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പക്ഷെ കുറച്ചു പേരൊന്നും കൈ പൊന്നിച്ചില്ല. ആദ്യം എനിക്കറിയാം, അനേകർ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് പറയാം, എനിക്ക് തീഷ്ണതയുള്ള ഒരു വിശ്വാസിയാകണം, തീഷ്ണതയുള്ളത്, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ ചങ്ങലയൊഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെയാണ്. അഗാപ്പെ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജാവിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഹെറോദ്യസ് കഴിഞ്ഞിട്ടുള്ള രാജാവാണ്. ആ രാജാവിന്റെ മുൻപിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പൗലോസ്ലീഹ പറയുകയാണ്, എന്ത്? ഈ ചങ്ങലയൊഴികെ നിങ്ങൾ എല്ലാവരും എന്നെ പോലെയാകണം. അഗ്രിപ്പ രാജാവ്, ഹല്ലേലൂയ! ഈ അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, എന്ത്? ഈ ചങ്ങലയൊഴികെ എന്നെ പോലെയാണെന്ന്. അപ്പൊ ആ തീഷ്ണതയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ പവർ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ എത്ര പേർ കൊണ്ടുള്ള ശക്തി? എല്ലാവർക്കും ശക്തിയുണ്ട്. അപ്പൊ ശക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാണോ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനാണോ പറഞ്ഞത്? അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വരുമ്പോൾ ശക്തി പ്രാപിക്കുന്നത് മാത്രമല്ല, സൂചിച്ചുകൊണ്ടിരിക്കാമെന്ന് അതിനകത്ത് പറയുന്നുണ്ടോ? ഇല്ല. പറ. ലോകം മുഴുവനും പോയി നിങ്ങൾ യേശുവിന്റെ സാക്ഷിയാണ്. ഹല്ലേലൂയ! നിങ്ങളുടെ സ്വന്തം ഭവനമാകുന്ന ജെറൂസലമിലെ, ഇസ്രായേൽ, അടുത്തുള്ള അയൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അയൽവാസികളുടെ അടുത്ത്, നാട്ടുകാരുടെ അടുത്ത് സാക്ഷ്യമില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ട്. ഹല്ലേലൂയ! ഹല്ലേലൂയ! അടുത്തിരുന്നത്, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായി മാറും. നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായി മാറും. നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായി മാറും. ഹല്ലേലൂയ!
അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുന്നു. അവനാണ് പുറമേ ഉള്ളതിനേക്കാളും വലിയവൻ. ഹല്ലേലൂയ. ശരി, തിരുവചനത്തിലേക്ക് നമുക്ക് അല്പനേരം കിടക്കാം. എത്ര പേരുടെ കയ്യിലുണ്ട് ബൈബിളുണ്ട്? ബൈബിളുള്ളവരൊന്നും എടുത്തി. ഹല്ലേലൂയ. ബൈബിൾ ഉള്ളവരൊന്നും എടുത്തു ഉണ്ടോ? ആരെടുത്തത്? നമ്മൾ കൈയും വീശി വരും. മൊബൈലുണ്ടോ? മൊബൈലുള്ളവർ എത്ര പേരുണ്ട്? കൈ വീശി മൊബൈൽ ബാക്കി ആരും വീട്ടിൽ വെച്ചിട്ട് പോകുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ കാര്യത്തിൽ മൊബൈലില്ല? ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വലിയ ക്രൗഡിനെ കാണുന്ന മൊബൈലില്ലാത്തവർ. ഹല്ലേലൂയ. സന്തോഷം. പ്രൈസ് ദി ലോർഡ്. മൊബൈലിൻ്റെ അകത്ത് ബൈബിൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്? അന്യജാതിക്കാർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചറിയാം, പക്ഷെ യേശുവിനെ അറിയില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചറിയാം, പക്ഷെ പരിശുദ്ധാത്മാവിനെ അറിയില്ല. ദൈവത്തെ കുറിച്ചറിയാം, സത്യ ദൈവത്തെ അറിയില്ല. അതാ പ്രശ്നം. എന്നാൽ നമ്മളാണെങ്കിൽ ദൈവത്തെ അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണം. ഒന്ന് ചിരിച്ചുകൊണ്ട് പറ. ഇന്ന് ഉപവാസമുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞാണ് ഉപവസിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ഡയറ്റ് ഒന്ന് മാറി. നിങ്ങളുടെ ഡയറ്റ് ഒന്ന് മാറി. എന്താണ് ഉപവാസം? ജസ്റ്റ് ചേഞ്ചിങ് ദ ഡയറ്റ്. എങ്ങനെ? ഭൗതിക ആഹാരത്തിൽ നിന്നും ആത്മീയ ആഹാരത്തിലേക്ക് കടക്കുന്നതാണ് ഉപവാസം. എത്ര പേർക്ക് മനസ്സിലായി? ഭൗതിക ആഹാരം കഴിക്കുന്നതിൽ നിർത്തി ആത്മീയ ആഹാരം കഴിക്കുകയാണ് യഥാർത്ഥ ഉപവാസം. എന്നാൽ ഇന്ന് പലരും ഭൗതിക ആഹാരം കഴിക്കില്ല, ആത്മീയ ആഹാരവും കഴിക്കില്ല. അപ്പൊ പിന്നെ അത് ഉപവാസമാണോ? ആണോ? ഉപവാസമാണോ? ജീവിതത്തിന്റെ മറന്നു പോകരുത്. ബ്രദർ ടൈറ്റസ് കാപ്പൻ വന്നു പഠിപ്പിച്ച ഒരു കാര്യം, ഉപവാസം എന്നാൽ എന്ത്? ഓക്കെ, ചോദ്യം നമ്പർ 1 എന്താണ്? ഭൗതിക ആഹാരത്തിൽ നിർത്തിയിട്ട് ആത്മീയ ആഹാരം കഴിക്കുക, അതാണ് ഉപവാസം. അല്ലാതെ ഭൗതിക ആഹാരം നിർത്തി ആത്മീയ ആഹാരം നിർത്തുന്നത് നിരാഹാരം സത്യാഗ്രഹം എന്നൊക്കെ പറയും. മനസ്സിലായോ? അതിനാണ് എന്ത് പറയുന്നത്? നിരാഹാര സത്യാഗ്രഹം. 2 ഫുഡും വേണ്ട, 2ഉം വേണ്ട. എന്നാൽ നമുക്കെന്താ വേണ്ടേ? ആത്മീയ ആഹാരം കഴിക്കാതെ നിങ്ങൾ ഉപവസിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിനാണ് ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ബോധ്യപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ കൃപാസനത്തിൽ ചെന്നപ്പോൾ ഞാനൊരു പ്രസംഗത്തിൽ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ലൈവ് കൊടുത്തോണ്ടിരിക്കുന്ന സംഭവം. അപ്പോ പറഞ്ഞൊരു കാര്യമാണ്, അത് വീണ്ടും കർത്താവിനെ ഇവിടെ ഓർമ്മിപ്പിച്ചു. കാരണം പലർക്കും അറിയില്ല. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ വരത്തില്ല. നിങ്ങൾ എല്ലാവരും എന്നെപ്പോഴും സുവിശേഷകന്മാരായി മാറിയാണ്. നമുക്കതാ വേണ്ടത്. അടുത്തിരിക്കുന്നോട് പറ, തീയാകണം, തണുത്തു പോകരുത്. തീയാകണമെന്ന് പറഞ്ഞു. അപ്പം ഭൗതിക ആഹാരം നിർത്തിവെച്ചിട്ട് ആത്മീയ ആഹാരം നിർത്തിയെങ്കിൽ അവിടെ പിശാചിന് ശരിക്കും പ്രവർത്തിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ ആത്മാവ് ഫ്രീ ആണ്, അതിനകത്തൊന്നും ഇല്ല. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കടന്നു പോവാം. ഒരു ഓപ്പൺ ഗ്രൗണ്ടായി മാറി. ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ ഏത് പക്ഷിക്കും കിടക്കാം, ഏത് ജന്തുവിനും കടന്നു വരാം അല്ലേ? ഏത് പ്രാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകാം. അതാണ് മനസ്സ്. അതുപോലെ ആത്മാവ് മാറിപ്പോകും. അപ്പോൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ആത്മീയ ആഹാരം കഴിക്കണം.
വചനം ആത്മാവും ജീവനുമാകുന്നു. ഈ അപ്പം ആത്മാവും ജീവനുമാകുന്നു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് കർത്താവിന്റെ അധരങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്ന നാഥന് 1000 സ്തുതി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഇവിടെ കർത്താവിന്റെ ശരീരം ദൈവവചനമാണ്. ഈ വചനം നീ ഭക്ഷിക്കണം, അതാണ് ആത്മീയ ഭക്ഷണം. കർത്താവ് നിങ്ങൾക്കറിയാം സ്റ്റോറി, ഞാൻ ആ സ്റ്റോറി ശരിക്കും പറയുന്നില്ല. നിങ്ങൾക്കറിയാം 4-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം. കർത്താവിന് വിശന്നപ്പോൾ മാർക്കറ്റിലേക്ക് പോയി ഭക്ഷണം മേടിക്കാൻ വേണ്ടി. ആര് പോയി? പറ നിങ്ങൾക്കറിയാം ആര് പോയി? ശിഷ്യന്മാർ. അവര് പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു സംഭവം നടന്നു, അല്ലേ? അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അവര് വന്നു, ആഹാരവും മേടിച്ചോണ്ട് വന്നു, കർത്താവിന് കൊടുത്തു. ഇതാ ആഹാരം. കർത്താവ് പറഞ്ഞു, എന്താ പറയാ? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് എന്റെ ആഹാരം. അതാണ് ആത്മീയ ഭക്ഷണം. ഹല്ലേലൂയ. അതാണ് ദൈവവചനം. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ നമ്മൾ ആത്മീയ ഭക്ഷണം കൊടുക്കുകയാണ്. നിന്റെ മനസ്സിലൂടെ കയറിയ ദൈവവചനം നിന്റെ ആത്മാവിലൂടെ ഇറങ്ങണം. നിന്റെ ആത്മാവിലൂടെ ഇറങ്ങിയെങ്കിൽ മാത്രമേ നിന്റെ ശരീരങ്ങൾക്ക് ബലമുണ്ടാവുകയുള്ളൂ. It is nourishing your spirit and soul and body. നിന്റെ ഉള്ളിലെ ആത്മാവ് ദൈനംദിനം പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, എൻ്റെ ആത്മാവിന്റെ ജീവൻ. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിന്റെ ഭക്ഷണം ദൈവവചനമാണ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പ് ദൈവവചനം എടുത്ത് ഒരു വാക്യമെങ്കിലും ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇവിടെ ഒന്ന് കൈകൊണ്ടിച്ച്. ഇന്ന് ദൈവവചനം ഒരു വാക്യം. സത്യം പറയണേ, നിങ്ങളെല്ലാം സത്യം പറയുന്നവരാണെന്നറിയാം. ഹല്ലേലൂയ. കണ്ടില്ലേ കൈ എത്ര പേര് പൊക്കിയെന്ന്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷിക്കുന്നു? ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് പുത്തമ്പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ അവിടെ ഒരു സഹോദരൻ, പുള്ളിക്ക് നട്ടലിന് വേദനയായിരുന്നു. 5 രോഗമായിരുന്നു. കർത്താവ് അവിടെ സൗഖ്യമാക്കി. അതിനുശേഷം ഒരു രോഗം സൗഖ്യമാക്കിയില്ല. അല്ല, സൗഖ്യമാക്കാത്തതല്ല, അത് സൗഖ്യം സ്വീകരിച്ചില്ലെന്ന് തന്നെ പറയാം. 4 രോഗവും സൗഖ്യപ്പെട്ടു, ഒരു രോഗം മാത്രം സ്വീകരിച്ചില്ല. എന്താ കാരണം? 4 രോഗം